ഈ മൂന്ന് വാർഡുകൾക്ക് ഈ മൂന്ന് വാർഡില് ആളുകൾക്ക് ഇവർ താൽക്കാലികമായിട്ടുള്ള ധനസഹായം കൊടുക്കാന്ന് പറഞ്ഞതാ. അത് ഈ വില്ലേജ് ഓഫീസർ നിൽക്കുന്നത് സാറേ ഈ പൈസ ഈ 300 ദിനപത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഈ മഴയത്ത് പണിക്ക് പോകില്ല സാർ. അത് സർക്കാർ നിഷേധിക്കാണ് ഞങ്ങൾക്ക് പണിയില്ല, ഒന്നുമില്ല. ഈ 3 വാർഡ് താള് കൊടുക്കാന്ന് പറഞ്ഞതാ. ഇപ്പൊ ഒറ്റയടിക്കാർ നിശ്ചയിച്ചു, ഒരടിക്കാണ് നിശ്ചയിച്ചത്. എന്ത് ഞങ്ങൾക്കുള്ളത്? എന്നിട്ട് ഇവർ എന്നോട് പറഞ്ഞത് വണ്ടി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വണ്ടി തന്നാൻ പറ്റുമോ? നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളെല്ലാം കുടുക്കിയിട്ടൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് കുടുക്കിയിട്ടൊക്കെയാണ്. ഞങ്ങളൊക്കെ ഇവിടെയുള്ള ജനങ്ങളെ കണ്ടറിയണ്ടോ? ഈ ജനങ്ങൾക്കൊക്കെ 10 പൈസ കൊടുക്കാതെ സർക്കാർ ഞങ്ങളെ കുടുക്കിയിട്ടൊക്കെയാണ്. ഈ 3 വാർഡുകൾക്ക് ഈ 3 വാർഡില് ആളുകൾക്ക് ഇവർ താൽക്കാലികമായി ജനങ്ങളുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അവർ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: ജീവിക്കാൻ വല്ല ഗതിയുമുണ്ട് എങ്കിൽ ഇത്രയും പ്രക്ഷുബ്ധമായ കാലാവസ്ഥക്കിടയിൽ ഞങ്ങൾ ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് പണിക്ക് പോകുമോ എന്നുള്ളതാണ്. അവർ ചോദിക്കുന്നതിൽ വളരെ പ്രാധാന്യവുമുണ്ട്. കാരണം ഉപജീവന മാർഗങ്ങളടക്കം നഷ്ടപ്പെട്ടു പോയി. പണിയെടുക്കാതെ ഒരു ദിവസം പുലരാൻ കഴിയുന്ന സാഹചര്യം അവർക്കില്ല. പക്ഷേ ദുരന്തബാധിതരുടെ പട്ടികയിൽ നിന്ന് തങ്ങൾ പുറത്തുപോയി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. പല തലത്തിലുള്ള ചർച്ചകളും പല കൂടിയാലോചനകളും ഒക്കെ നടന്നതിന് ശേഷം ആണ് അത്തരം തീരുമാനങ്ങൾ എടുത്തത് എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ വീണ്ടും അവിടെ ഒരു കാലാവസ്ഥാ പ്രശ്നമുണ്ടാകുകയും വലിയ കുത്തൊഴുക്കുണ്ടാവുകയും വലിയ വെള്ളമൊഴുക്കുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും തങ്ങൾ അരക്ഷിതരാണ് എന്നൊരു ബോധം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്രയും പ്രക്ഷുബ്ധരാകാനുള്ള കാര്യം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അവിടേക്ക് ആളുകളെ തിരികെ കൊണ്ടുവരുന്നതിനിടയിൽ ഉണ്ടായ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടത്. മുകൾ ഭാഗത്ത് വലിയ പരിശോധനകൾ നടത്തി. മുണ്ടക്കൈ ചൂരൽ മേഖലയിലൊക്കെ അധികൃതർ കൃത്യമായ പരിശോധന നടത്തി. മണ്ണിടിച്ചിലുണ്ടായോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ 2 ദിവസമായി തുടരുന്ന മഴയുമായി ബന്ധപ്പെട്ട ജലമൊഴുക്ക് തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഔദ്യോഗികമായി കിട്ടുന്ന വിവരം. കമൽ, ഇപ്പോൾ അധികൃതർ വന്ന് തിരികെ പോയി. പക്ഷേ അവിടുത്തെ പ്രശ്നം ആളുകളുമായി ആരെങ്കിലും സംസാരിക്കാതെ തീരുന്നതല്ലല്ലോ. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉണ്ട്, പോലീസ് അധികാരികളുമുണ്ട്. വില്ലേജ് ഓഫീസർക്കെതിരെ മാത്രമാണ് രൂക്ഷമായ പ്രതികരണം ഉണ്ടായത്. ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് കുറച്ച് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവർക്ക് നേരെ അത്ര വലിയ പ്രതിഷേധം ഉയരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ വില്ലേജ് ഓഫീസർ നേരിട്ട് ഈ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നത് കൊണ്ടാണ് ആളുകൾക്ക് അദ്ദേഹത്തോട് ഇത്രയും രോഷമുണ്ടായത്. കാരണം അദ്ദേഹമാണ് ഈ കാര്യകാരണങ്ങൾ സഹിതം എന്ന മാനദണ്ഡ പ്രകാരം നിങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന വിവരമൊക്കെ ആളുകൾക്ക് നൽകുന്നത്. സ്വാഭാവികമായും ആളുകൾക്ക് രോഷമുണ്ടാവുക എന്നത് അങ്ങനെയാണ്. താഴെ ഘട്ടത്തിൽ വില്ലേജ് ഓഫീസറാണ് ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നൊക്കെയാണ് കുറെ ആളുകൾ പറയുന്നത്. പക്ഷേ അത് പല തലത്തിലുള്ള ആലോചനകൾ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചൊക്കെ ഉദ്യോഗസ്ഥർക്ക് നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് അതിന്റെ പ്രതിഷേധ ചൂട് നേരിടുന്നത്. മാധു, പക്ഷെ കമൽ, ഇതിപ്പോ ഒരു വില്ലേജ് ഓഫീസർക്ക് ഒറ്റയ്ക്കെടുക്കാൻ കഴിയുന്ന തീരുമാനമൊന്നുമല്ലല്ലോ. അത് അവിടെയുള്ള ജനങ്ങൾ കൂടി വിശ്വാസത്തിൽ എടുക്കേണ്ടുന്ന അത്തരം പലതരത്തിലുള്ള ചർച്ചകൾ നടന്നതിന് ശേഷം ഉണ്ടായ പട്ടികയില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമായത് തുടരുന്നത്? മാധു, അത് പലതരത്തിലും ചർച്ചകൾ നടന്നതാണ്. ഈ ദുരന്ത ബാധിതരുടെ ഒരു കൂട്ടായ്മ, ഒന്നിലധികം 2 കൂട്ടായ്മകളുണ്ട്. അവരുടെ ആളുകളും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ കലക്ടറേറ്റിൽ ദിവസങ്ങളോളം ഇരുന്നൊക്കെയാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. പക്ഷെ അപ്പോഴും ഈ നേരിട്ട് ദുരന്തം ബാധിക്കാത്ത ആളുകൾ, അതായത് വീട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗത്തിനെ നഷ്ടപ്പെടുകയോ പരിക്ക് പറ്റുകയോ ഒന്നും ചെയ്യാത്ത ആളുകൾ, പാലത്തിന് ഇപ്പുറത്ത് താമസിക്കുന്നവർ, അതുപോലെ അപ്പുറത്ത് തന്നെ എസ്റ്റേറ്റ് പാടികളിലൊക്കെ താമസിച്ചിരുന്ന ആളുകൾ, അവരെ സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരമാണ് ഒഴിവാക്കിയത്. അതൊരിക്കലും ഒരു വില്ലേജ് ഓഫീസർ എടുത്ത തീരുമാനമല്ല. പക്ഷേ അത് പറഞ്ഞതുപോലെ ആളുകളെ വിശ്വാസത്തിലെടുക്കുന്നതിലൊരു പിഴവ് പറ്റി. ആളുകൾക്ക് പ്രധാനമായും പ്രശ്നം ഈ 300 രൂപ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾ നിങ്ങൾ ഇതിന് അർഹരല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ട ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതാണ് ഇത്രയും വലിയൊരു പ്രതിഷേധത്തിന് കാരണം. അതിന്റെ പേരിൽ ഒന്നിലധികം സമരങ്ങൾ നമ്മൾ കണ്ടതാണ് നേരത്തെയും. ആ ആളുകൾ, അവർക്ക് നേതൃത്വം നൽകുന്നത് റീബിൽഡ് ചൂരൽമല എന്ന പേരുള്ള ഒരു കൂട്ടായ്മയാണ്. പിന്നെ അതോടൊപ്പം 1-2 ആളുകളെ ഞാൻ കണ്ടത് ഇവിടുത്തെ കെട്ടിട ഉടമകൾ, വ്യാപാരികൾ തുടങ്ങിയവരുടെ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും കെട്ടിട ഉടമകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ ഒരുപാട് സഹായങ്ങൾ നൽകി മറ്റ് കടകളൊക്കെ തുടങ്ങാനൊക്കെ പറ്റി. ശരി, കമലിലേക്ക് തിരികെ എത്താം.